എന്തായാലും ചെയ്യാൻ പാടില്ല. അതങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അങ്ങനെ തൊടാൻ പാടില്ല. മനസ്സിലായോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത്, നമ്മളെല്ലാവരും കണ്ടു നമ്മുടെ നെവിൻ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി. അപ്പം ബിഗ് ബോസിൽ നിന്ന് വോക്കൗട്ട് ചെയ്യുവാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ശരിക്കും ആ കേസ് കേട്ട് കണ്ടപ്പോൾ എനിക്ക് നെവിൻ പുറത്തു പോകേണ്ട ആളായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം എത്ര കാലം ഒരാളുടെ പാവാടവള്ളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നേ? ഒരാൾക്ക് പിടിക്കുന്നതിനൊരു ന്യായമില്ലേ? പാവാടവള്ളിയും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, അനുമോൾ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, അതുകൊണ്ട് അനുമോൾ അപ്പം ജിസേൽ ചെയ്തതോ? പുള്ളിക്കാരി ഇതേ കാര്യമല്ലേ ചെയ്തിരിക്കുന്നേ. അതുപോലെ നെവിൻ എടുത്തെടുത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ആ വീഡിയോ ക്ലിപ്സും കൂടെ കേട്ടുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. കാരണം എനിക്ക് ഒട്ടും അതിനോട് നെവിൻ പറഞ്ഞ ഒരു കാര്യത്തോടും എനിക്ക് ഒരു യോജിപ്പുമില്ല. കാരണം അത്ര മോശമാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും അനുമോള് ചെയ്തതും തെറ്റാണ്, ജിസേൽ ചെയ്തതും തെറ്റാണ്. അനുമോള് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കാരണവശാലും, അത് എത്ര നല്ല ഫ്രണ്ട് ആയിക്കോട്ടെ, ഒരാളുടെ ശരീരത്തിൽ തൊടാൻ, അത് പുള്ളിക്കാരിയുടെ സമ്മതമില്ലാതെ തൊടാൻ ആർക്കും അധികാരമില്ല, അവകാശവുമില്ല. അത് അനുമോള് ചെയ്ത തെറ്റാണ്. തെറ്റ് മാത്രമല്ല, അതൊരു ഇച്ചിരി എടുത്തുചാട്ടവും കൂടെ ആയിപ്പോയി. പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ പറയാനോ തൂത്ത് കാണിക്കാനോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയുന്നത്. പക്ഷെ ആ കാണിച്ചത് ഒരു ഇച്ചിരി കൂടിപ്പോയി. കാരണം പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയി. കാരണം പുള്ളിക്കാരി ഇച്ചിരി എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് എടുത്തു ചാടിയൊരവസ്ഥയായി പോയി. ജിസേല് അതുപോലെ പിടിച്ച് നല്ലൊരു തള്ളാണ് തള്ളിയത്. കാരണം നല്ലപോലെ നല്ല ബലത്തിലൂടെ നല്ല രീതിക്കാണ് തള്ളിയത്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഫിസിക്കൽ അസൾട്ടാണ്. അനുമോള് ചെയ്തത് തെറ്റാണ്, പക്ഷേ ജിസേല് ചെയ്തത് ഫിസിക്കൽ അസൾട്ടാണ്. അതുപോലെ ജിസേൽ നേരെ തിരിച്ച് അനുമോൾ ഇങ്ങനെ ചെയ്തപ്പം ഒന്നും ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ജിസേൽ ചെയ്തത് ശരിയായേനെയായിരുന്നു. പക്ഷെ ജിസേൽ എന്ത് ചെയ്തു? ജിസേൽ ആ ഒരു ഫോഴ്സിന് അങ്ങോട്ട് തള്ളുകയും ചെയ്തു. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ഭയങ്കര ബഹളങ്ങളൊക്കെ നടന്നു. നവീനാണെങ്കിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാനിത് ഇതെന്നെ അനുമോൾക്ക് ഇങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് ഇവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. ജിസേലിനെയും അനുമോളെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അവരെ ഒത്തുതീർപ്പാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവരോട് രണ്ടു പേരോടും ബിഗ് ബോസ് പറയുന്നുണ്ട്, അവർ രണ്ടു പേരും ചെയ്തത് തെറ്റാണ് എന്നുള്ളത് പറയുന്നുണ്ട്. എന്താണെങ്കിലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാം. വീഡിയോസ് അവർ റിപ്പീറ്റ് കണ്ടു, അത് ഉറപ്പായിട്ടും അതിട്ടിട്ട് കാണിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ എനിക്ക് ഇഷ്ടപ്പെടാതെ കാര്യം, ജിസേൽ അന്നേരപ്പോഴും കള്ളത്തരം പറഞ്ഞു. നമ്മളെല്ലാവരും ഇത്രയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. ഇതിൻ്റെ റീക്യാപ്പ് എടുക്കാൻ പറ്റുമെന്നൊക്കെ അറിയാം. പുള്ളിക്കാരിയുടെ ചൊടിയിൽ ഇങ്ങനെ ബലത്തിന് അനുമോൾ ടിഷ്യൂ എടുത്ത് തൂത്തെന്നുള്ളത് സത്യം. പക്ഷേ എൻ്റെ മുഖത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ആണ് ലിപ്സ്റ്റിക് അനുമോൾ തൂത്തതെന്ന് പറഞ്ഞു. ഇല്ല, ഒന്നാമത്തെ കാര്യം അനുമോൾക്ക് പൊക്കമില്ല ജിസേലിൻ്റെ അത്രയും. അനുമോൾ എത്തിക്കുത്തി നിന്നിട്ടാണ് അത് തൂത്തത്, അത് സത്യമായിട്ടുള്ള കാര്യം. പക്ഷേ ചിലപ്പം അമർത്തിയായിരിക്കും തൂത്തതെന്ന് പറഞ്ഞാൽ അതും ന്യായം. പക്ഷെ ഇങ്ങനെ പിടിച്ചു എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. കാരണം പുള്ളിക്കാരി അതിന് പിടിച്ചിട്ടില്ല, അതിനുള്ള കേപ്പബിലിറ്റി അതിനില്ല. അപ്പത്തേനും തള്ളും കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ളപ്പം പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യം കള്ളത്തരമാണ്. എന്നിരുന്നാലും രണ്ടുപേരുടെയും ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ട്. അവരോട് തമ്മിൽ അത് ഒത്തുതീർപ്പാക്കാവോ എന്ന് ചോദിച്ചു. അനുമോൾ സോറി പറയുന്നുണ്ട്, ബട്ട് ജിസേൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ അവരോട് പറഞ്ഞു, ലാലേട്ടൻ വരുന്ന സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു വിടുവാണ് ചെയ്യുന്നത് കൺഫെഷൻ റൂമിൽ നിന്ന്. അപ്പം ഈ സമയത്താണ് നമ്മുടെ നെവിന് നമ്മുടെ ക്യാമറയുടെ ഒക്കെ മുമ്പിൽ പോയി നിന്ന് ഭയങ്കര ഷോയാണ്, ഞാൻ ഈ പ്രോഗ്രാം ക്വിറ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അതുപോലെ അപ്പാനി ശരത്ത് സഹിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായി മാറിയേക്കും. എന്ത്
എന്തുവാ അവിടെ കാണിക്കുന്നേ? അതുപോലെ റെന ഫാത്തിമ ഇങ്ങനെ എന്താ പറയാ, എവിടെയെങ്കിലും ഒരു സ്ക്രീൻ സ്പേസ് ശകലം കിട്ടുന്ന പല 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 ഇതിനകത്തൊരു 80-90% അവിടെയുള്ള എല്ലാവർക്കും ഏകദേശം ഉറപ്പുള്ളൊരു കാര്യമാണ്. വലിയ ഇതില്ലാതെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അനുമോള് ലാസ്റ്റ് വരെ ഏകദേശം പോകാൻ ചാൻസ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. സോ അവർ നോക്കുമ്പം ഏറ്റവും ആദ്യം അനുമോളെ എങ്ങനെ പുറത്താക്കുക, അല്ലെങ്കിൽ അനുമോക്കിട്ട് എങ്ങനെ പണി കൊടുക്കുക, അതുപോലെ അനുമോളെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ അവൾ പിന്നെ അതുപോലൊരു കാര്യമുണ്ട്, അനുമോള് പെട്ടെന്ന് ഭയങ്കരമായിട്ടൊരു ഇതാവും. കാരണം നമുക്ക് കാണുമ്പോൾ അറിയാം, ചെറിയൊരു എന്താ പറയുക, ചെറിയ ഒരു ഇത് കൊടുക്കുമ്പം തന്നെ പെട്ടെന്ന് ഇതാവുന്ന ഒരാളാണ് അനുമോൾ. അതുകൊണ്ട് അനുമോളെ ചൊറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പാനിശ്വരത്ത് പോയി പറഞ്ഞത് തെറ്റാണ്. കാരണം എന്നിട്ട് പറയുന്നുണ്ട് അനുമോൾ ചെയ്തത് മാത്രം തെറ്റാണ്, അനുമോൾ അങ്ങനെ ചെയ്യരുത്, അനുമോൾ ഫിസിക്കൽ. അപ്പം എന്നെ ജിസേല് ചെയ്തത് അംബാനി കണ്ടില്ലേ? ശരിയാണ്, എവറി ആക്ഷൻ ഹാവ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ അനുമോൾ തൂത്തപ്പോഴാണ് ജിസേല് തള്ളിയത്. രണ്ടുപേരുടെയും ഭാഗത്ത് നല്ല തെറ്റുണ്ട്. പക്ഷെ അപ്പാനിയെ പോയി പറഞ്ഞതിനകത്ത് ഭയങ്കര മിസ്റ്റേക്കാണ്. ഇവന് പറയുവാണെങ്കിൽ രണ്ടുപേരും കൂടെ ചേർത്ത് പറയാം, രണ്ടുപേരും ചെറിയ തെറ്റുണ്ടെന്ന് പറഞ്ഞു. അത് ആദില നൂറ അതുപോലെ ഷാനവാസ്, ഇവർ രണ്ടുപേരും ആ കാര്യം പ്രോപ്പറായിട്ട് എടുത്ത് കാണിച്ച് അത് ക്ലാരിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അനുമോളോട് ചെന്ന് പറയുന്നുണ്ട്, അനുമോളെ നീ ചെയ്ത തെറ്റാണ്, അത് ക്ലിയർ ആയിട്ട് നല്ല പോലെ ക്ലാരിഫൈ ചെയ്ത് തന്നെ കൊടുക്കുന്നുണ്ട്, നല്ല പ്രോപ്പറായിട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് ഇവരെ എല്ലാം കൂടെ ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുന്നുണ്ട്. ലിവിങ് ഏരിയയിലേക്ക് വിളിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വോയിസ് ക്ലിപ്പിംഗ് ഞാൻ കേൾപ്പിച്ചു തരാം. അതെ ബിഗ് ബോസ്, അല്പം മുൻപ് ഇവിടെ നടന്ന വഴക്കും നിവിന് സ്വയം പുറത്തു പോകണമെന്ന ചിന്തയും തമ്മിൽ എന്താണ്? അത് ബിഗ് ബോസ് ചോദിച്ചത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് മുമ്പ് നടന്ന സംഭവവും നെവിൻ ഈ ഷോ ക്വിറ്റ് ആവുന്നതും തമ്മിൽ എന്തൊരു ഇതാണോ ഉള്ളത്? സത്യമല്ല, കാര്യമായിട്ടല്ല ചോദിച്ചത്. കാരണം അവനെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിന്റെ പേഴ്സണലി നെവിൻ എന്തെങ്കിലും ഇതുള്ള ഒരു കാര്യത്തിന്റെ പേരിലല്ല നെവിൻ ക്വിറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരാൾക്കൊരു ഇത് വന്നു, അതുകൊണ്ട് ഞാൻ ക്വിറ്റ് ചെയ്തു. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇവൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഓരോന്ന് കേൾക്കുമ്പോൾ പറയാം. പക്ഷേ ഈ ഒരു ഇതുപോലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവൻ ഇങ്ങനെ ക്വിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൻ ഇറങ്ങി പോകുന്നത് തന്നെയാണ് നല്ലത്. അവൻ അതിനകത്ത് നിന്നത് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. കുറെ കോമഡി അടിക്കും, കുറെ ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. പക്ഷെ ഇത് കേട്ട് ഞാൻ പറയാം, ഇറങ്ങി പോവാണല്ലോ, അവനങ്ങ് പോകട്ടെ. അത് തന്നെയാണ് അത് അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെ പോയത് ഞാൻ പറഞ്ഞല്ലോ, നെവിനെ പറ്റി ഏറ്റവും വലിയ മടയത്തരമാണ്. കാരണം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ഇത്രയും നല്ല രീതിയിൽ കിട്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിവില്ലാത്ത എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, ബിഗ് ബോസിന് യാതൊരു വിധത്തിലുള്ള ഒരു റെസ്പെക്ട് ഇല്ലാണ്ട് അനുമോൾ എങ്ങനെ ഫിസിക്കൽ അസൾട്ട് ചെയ്തു? അനുമോൾ ചെയ്ത തെറ്റാണ്, സംഭവിച്ചു, പുള്ളിക്കാരുടെ ദേഹത്ത് തൊട്ടു. അതല്ലാതെ അതിൻ്റെ അപ്പുറം പുള്ളിക്കാരിയെ തല്ലുവോ അടിക്കുവോ അല്ലെ പുള്ളിക്കാരിക്ക് ഹാംഫുൾ ആയിട്ടൊന്നും അനുമോൾ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന രീതിക്ക് ചെയ്തിരിക്കുന്നത് ജിസേലാണ്. പിന്നെ എങ്ങനെ അതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും?
സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിനെ റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചു, ബിഗ് ബോസിനെ റെസ്പെക്ട് ഇല്ലാത്തതുപോലെ കാണിച്ചു എന്ന്. വ്യക്തിക്ക് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഷോയിൽ നിന്ന് ഞാൻ എന്റെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് വേറെ പലരും ഒരാളെ മാത്രം പോയിന്റ് രണ്ടുപേരും കൂടെ പോയിന്റ് രണ്ടുപേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലേ? ഞാൻ പറഞ്ഞത് അനുമോളെ എവിക്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ അനുമോളെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് കിട്ടിയത് പോയിക്കോളാം എന്ന് ഞാൻ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ അതായത് ഈ കൺഫെഷൻ റൂമിൽ വന്ന് പറയാതെ ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഗെയിം കളിക്കാൻ വന്നാണ് ഗെയിം കളിക്കണം, അല്ലാതെ ചുമ്മാ കൊണകൊണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അവര് ആരെവിടെ നിൽക്കണം, ആരെ ക്വിറ്റ് ചെയ്യണോ എന്നുള്ളത് ഒന്ന് ഗെയിം ഷോ കാണുന്നവര് ഗെയിം ഷോ നടത്തുന്നവർ പൊട്ടന്മാരല്ല. അവര് വ്യക്തമായിട്ട് എല്ലാ കാര്യവും ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് സിംഗിൾ മൊമെന്റ്. അതുപോലെ പുറത്ത് ഇത്രയും വരുന്ന ആളുകള് മുഴുവൻ 24/7 ഇത് വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തുമാത്രം ആളുകൾ ഇത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നതെന്നറിയാമോ? ഒരു പോയിന്റ് പോലും കളയാതെ വരെ കാണുന്ന ആളുകളുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ചുമ്മാ പളവളവെള്ളാന്നടിക്കണ്ട. അതുകൊണ്ട് അവർക്കറിയാം ആരെ നോമിനേഷൻ ഇടണം, ആരെ എലിമിനേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനകത്ത് ഒത്തിരി തീരുമാനമെടുക്കാൻ ബിഗ് ബോസ് കളിക്കാൻ പോകേണ്ട ആവശ്യമില്ല നെവിനെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ആ ബിഗ് ബോസ് ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്കല്ലോ അത് കേട്ടപ്പോൾ നമുക്കെന്താ പറയുക, ഭയങ്കര ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു. ചുമ്മാ കിടന്നുകൊണ്ട് സത്യം പറയാലോ, ആദിലെ നൂറ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. തകർത്തു മറിച്ചു. അവർ പറഞ്ഞ ഇറങ്ങിപ്പോടാ, ബാക്കി എല്ലാവരും പോരുതെന്ന് പറഞ്ഞപ്പോഴും ആദിലെ നൂറ് അത് കിടുക്കനായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു പോടാ പോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ നിവിൻ ഇറങ്ങിപ്പോയത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ നമ്മുടെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭയങ്കരമായിട്ട് വിഷമവും വന്നിരിക്കുന്ന ഉറപ്പായിട്ടും നമ്മുടെ ജിസേലേച്ചിക്കായിരിക്കും. കാരണം പുള്ളിക്കാരിക്ക് വലിയൊരു സപ്പോർട്ടാണ് നമ്മുടെ നെവിനും അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ ഇപ്രാവശ്യം ഉറപ്പായിട്ട് മിക്കവാറും നല്ലൊരു ചാൻസ് ഉണ്ട് ആര്യൻ ഈ പ്രാവശ്യം എലിമിനേറ്റ് ആയിട്ട് പോകാനുള്ള. അതോടുകൂടി ജിസേലിന് ഏകദേശം അവിടെ ഉള്ള ഒരു ഇത് ഏകദേശം ഒരു നല്ലൊരു ശതമാനം സപ്പോർട്ട് പോകും. പക്ഷേ പുള്ളിക്കാരി നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷേ ഈ ഗെയിം പ്ലേയുടെ ഭാഗമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് പുള്ളിക്കാരി അങ്ങനെ ആയതായിരിക്കാം. നമുക്ക് പുറമെ എന്താന്നുള്ളത് അറിയില്ല. പക്ഷേ ഇതൊരു ഗെയിം ഷോ ആണ്. അതിൻ്റെ ആ ഒരു ഇതിൽ ഇവരിത് മുമ്പോട്ട് കൊണ്ടുപോകണം. പക്ഷേ നെവിൻ ഔട്ടായത്, അതായത് നെവിൻ ഇന്ന് ഇറങ്ങിപ്പോയത് ഒരിക്കലും എനിക്ക് അതൊരു വിഷമമൊന്നുമില്ല. ഇന്നലെ പക്ഷേ ഇതിൻ്റെ പ്രമോ ഒക്കെ കണ്ടപ്പം എന്തിനാണെന്നറിയില്ല, ഇനി ഇവരുടെ എന്തെങ്കിലും വഴക്കോ ഇഷ്യൂ ആണോ എന്ന് പോലും ഓർത്തു പോയിരുന്നു. പക്ഷേ ഇത് കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകാൻ എന്തുകൊണ്ടും നെവിൻ ഈ കാര്യത്തിൽ യോഗ്യനാണ്. ഇങ്ങനെ ഒരു ഇത് കാണിച്ചിട്ട് ഇറങ്ങിപ്പോകൊണ്ട് ഒരു ഇതും തോന്നാൻ പോകുന്നില്ല. ഇറങ്ങിപ്പോട്ടെ. ഇനി നമുക്ക് പറയാൻ പറ്റില്ല ഇനി ബിഗ് ബോസ് ഇവനെ തിരിച്ചു കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ട്വിറ്റ് ചെയ്ത് എന്താണെങ്കിലും നെവിൻ ചെയ്തത് നല്ല കാര്യമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മാത്രമേ ഉള്ളൂ. ഞാനിത് കണ്ടിട്ട് കൈയടിക്കുക ചെയ്തു.